എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം. ഞാനേ ഇവിടെ കൊണ്ടോ കൈതോന്നി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇനിയും പറിച്ചിട്ടില്ലെങ്കിൽ ഈ കൈതോന്നി എല്ലാം നാശമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ വെച്ച് എണ്ണ കാച്ചാനായിട്ട് കൈതോന്നി പറിക്കാൻ. അങ്ങനെ ഞാൻ കൈതോന്നി കുറേശ്ശെ പറിക്കാം. കണ്ട ഇപ്പം തന്നെ മുറ്റി ഓൾറെഡി. എന്തടാ എന്ത് ഒരുത്തം മരുന്നുണ്ട് ഗിയോന്നും പറഞ്ഞു. എന്ത് കുഞ്ഞേ? ഓ ഇത് കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും ഭയങ്കര പാട് തന്നെ. അല്ലാണ്ട് ഇപ്പം തന്നെ ഓൾറെഡി കണ്ട കരിഞ്ഞത് കണ്ട. ഇത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കരിഞ്ഞങ്ങ് പോകും. നമ്മൾ വിചാരിക്കും അയ്യോ ഒരു ദിവസം ഒന്ന് പറിക്കാമെന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല. അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വന്ന് അപ്പോൾ കംപ്ലീറ്റ് പറിച്ചേക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ പോകുന്നത് കൈതോന്നി വേണ്ടേ, കൈതോന്നിയും പിന്നെ തുളസിയും അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യാമേ. അപ്പോൾ ഞാനിപ്പം കൈതോന്നി കുറേ പറിക്കുകയാണ്. ഇവിടെ മുഴുവനും കൈതോന്നിയാണ് കേട്ടോ. തനിയെ ഇതിൻ്റെ ഇപ്പം വിത്ത് വീണൊക്കെ കിളുത്ത് വരുന്നതാണ്. നമ്മൾ കുറേ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ വിത്ത് വീണിങ്ങനെ കിളുക്കും. കണ്ട കൈതോന്നി ഉണ്ട്. നല്ല പറിച്ച് ഇവിടെ വെച്ചു. പറിച്ച് വെച്ച് കുറച്ച് പറിക്കാം. എൻ്റെ മരുമോക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പം വേണമെന്ന് അറിഞ്ഞൂടാ. ഏതായാലും നോക്കാം. അതിൻ്റെ ഇടയിൽ കണ്ട ജൂൺ വന്ന് കിടക്കുന്നു. അമ്മ എനിക്കും കൂടി ഇത്തിരി കൈതോന്നി തരുമോന്നാണ് അവൻ ചോദിക്കുന്നത്. നിനക്കും തരാടാ, നിനക്ക് കൈതോന്നി വേണമെങ്കിൽ നിനക്കും തരാം, എല്ലാവർക്കും തരാം. എല്ലാവർക്കും ഉണ്ടല്ലോ കൈതോന്നി, എല്ലാവർക്കും തരാം കേട്ടോ. കുഞ്ഞിനും തരാം, കുഞ്ഞിൻ്റെ ആർക്കാണ് കൂട്ടുകാർക്കും തരാം. എന്താ കൈതോന്നിക്കാരാ? ഞാനിനി എല്ലാം കൂടെ പറിച്ച് കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ വെച്ച് പിന്നെ നമ്മളിതിനെ അരച്ചെടുത്ത്. അപ്പോൾ വേണ്ടേ തത്ത വന്നിരിക്കുകയാണ്. തത്തയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അവമ്പോണ് കൊച്ചു കറുമ്പൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഒരുപാട് നേരം പറിക്കാനുണ്ട്. അപ്പോൾ ഇതിന് പറിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി വേറെ സാധനങ്ങൾ പറിക്കുമ്പം കാണാമേ. ഇനി നമുക്ക് കുറച്ച് തുളസി പറിക്കാം. വേണ്ട തുളസി ഇന്ന് എന്തോന്നാഴ്ചയാണ്? ബുധനാഴ്ചയാണ്, കുഴപ്പമില്ല. തുളസി പറിക്കാം. ഇവിടെ കുറേ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തുളസിയും പറിച്ച് എല്ലാം കൂടെ അവസാനം എന്തൊക്കെയാണ് പറിച്ചതെന്ന് കാണിക്കാം കേട്ടോ. എല്ലാം കൂടെ ഭയങ്കരമായിട്ട് മുടി ഇനി അങ്ങ് തഴച്ചങ്ങ് വളരും. ഇപ്പം വിചാരിച്ചേച്ചാൽ മതി. എൻ്റെ മുടിയൊക്കെ വയസ്സായ മുടിയല്ലേ, മുടിയൊക്കെ പൊഴിഞ്ഞു പോവുകയാണ് കംപ്ലീറ്റ്. ഇവിടെ പിന്നെ എനിക്ക് തുളസിയും ഇഷ്ടം പോലെ വന്നു ഇപ്പോൾ ഉള്ളത് കൊണ്ട് അതും അങ്ങ് കുറച്ച് പറിച്ച്. പിന്നെ നമുക്കിനി പറിക്കേണ്ടത് കരിവേപ്പിലയും മൈലാഞ്ചിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വേണേൽ കരിനൊച്ചിയും പറിക്കാം, അതും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് തുളസി ഇത്ര മതി. അല്ല കുറച്ചുകൂടെ പറിക്കാം. എന്താണ്ട് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ ഇപ്പോൾ ഒരാളിവിടെ നിന്ന് ജോലിക്ക് നിൽക്കുന്നുണ്ട്. കുട്ടപ്പൻ എന്നാണ് പേര്. കുട്ടപ്പൻ്റെ കണ്ണിൽ കണ്ടാൽ ഇപ്പോൾ എല്ലാം വെട്ടി കുട്ടപ്പൻ നശിപ്പിച്ചിട്ട് എടുക്കുക. അതിന് മുമ്പ് നമ്മൾ കുറച്ച് തുളസി പറിച്ചിരുന്നാലേ നമുക്ക് നല്ലതല്ലേ. അപ്പോൾ തുളസിയും പറിച്ച് ഇനി എല്ലാം കൂടെ ഒരിടത്ത് വയ്ക്കുന്ന കാണിക്കാം. ഇപ്പം ഇനി തുളസി പറിച്ച് ഇനി നമുക്ക് അടുത്തത് പറിക്കുമ്പോൾ കാണാം. ഇനി നമുക്ക് കുറച്ച് പിന്നെ പനിക്കൂർക്ക, ചില രീതിയിൽ എന്തോന്ന് പറയും, നഗരയിലെന്നും പറയും. നഗരയാണോ നവരയാണോ? അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ പറിക്കാൻ കിളുന്ത്. അപ്പം ഇതിൻ്റെ ഇവിടെ കാട് പോലെ ഉണ്ട് കേട്ടോ. ഞാനത് ഒരു അഹങ്കാരം പറയുന്നതല്ല കേട്ടോ, ഞാനിവിടെ വളർത്തുന്നത് തന്നെയാണ്. ഞാനിതിൻ്റെ എല്ലാം ഇല്ലേ നമുക്ക് തണ്ട് പറിക്കാം. അപ്പോൾ ഇനിയും അതിൻ്റെ തിക്കിരുന്ന് പറിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇനിയും വന്നോളും. നമുക്ക് കുറേ പറിക്കാം. ഇത്രയും ഓരോ ഇൻഗ്രീഡിയൻസ് സമം എടുക്കാം നമുക്ക്. ഇത് കണ്ടോ കിടക്കുന്നുണ്ട്, നിറച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് കുറച്ച് പറിച്ചെടുത്തിട്ട് ഞാനിനി അത് കഴിഞ്ഞ് എല്ലാം കൂടെ അങ്ങനെ ഞാനിനിയും മൈലാഞ്ചി പറിക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പം വേണ്ടേ നമുക്ക് കുറേ നഗര ഇല എടുത്ത്, ഇതൊക്കെ ആവശ്യത്തിന് മതിയാണ്. ഒരു ക്വാണ്ടിറ്റി, മറ്റേ ഇലകളുടെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്തന്നേ ഉള്ളേ. നമുക്കിനി അടുത്ത മൈലാഞ്ചി പറിക്കുമ്പോൾ നോക്കാം. ഇനി നമുക്ക് മൈലാഞ്ചിയിലോട്ട് കിടക്കാം. ഇത് എൻ്റെ മൈലാഞ്ചി മരമാണ് ഇവിടുത്തെ. അപ്പോൾ ഇതിൽ കുറച്ച് തിളുത്ത് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് പറിക്കാം. മൈലാഞ്ചിയിൽ ഇല വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുത്താലും പിന്നെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഞാൻ കുറച്ച് മൈലാഞ്ചി ഇങ്ങനെ, ഇതിപ്പോൾ താഴോട്ട് കിടക്കുന്നതാണ്. മുകളിലോട്ട് നല്ല ഇലയുണ്ട്, ഇപ്പം മഴയല്ലേ. ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ കരിനൊച്ചി വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കരിനൊച്ചി എടുക്കുന്നില്ല, ഇത്രയൊക്കെ മതി. കരിനൊച്ചി ഉണ്ട് ഇവിടെ, പക്ഷേ ഇപ്പം വേണ്ട.
ഇത്രയൊക്കെ മതിയല്ലേ, ഉള്ളതൊക്കെ മതി, അധികം കൂടിയാലും കൊള്ളൂല. അയ്യോ, വരാനൊക്കെ വലിയ പാടാണ്. പിന്നെ ഞാൻ വൺ മാൻ ഷോ അല്ലേ എല്ലാം, അതുകൊണ്ട് വലിയ പാടാണ്. അപ്പോൾ നമുക്ക് ഈ വശത്ത് വന്ന് കുറച്ച് മൂത്ത ഇലയും കൂടെ എടുക്കാം. കത്രിക കൊണ്ടുവന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കത്രിക എടുത്തില്ല, ആകെ പ്രശ്നമായിപ്പോയി. ഇപ്പോൾ ഇത് കണ്ടല്ലോ. ഇനി നമ്മൾ എന്താണ് എടുക്കേണ്ടത്? കുറച്ച് കരിയേപ്പില പറിക്കാം. അപ്പോൾ കരിയേപ്പില ഞാൻ പറിച്ചിട്ട് പിന്നെ കാണിക്കാം. ഇതിപ്പോൾ ഇതേ നോക്കിയാൽ അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കയറിപ്പോയി മരത്തിൻ്റെ മുകളിൽ. ജൂണ് നമുക്കിനി പിന്നെ അടുത്തത് പറിക്കുമ്പം കാണാം. ഉണ്ടാണ്ട് മരത്തിൻ്റെ മൈലാഞ്ചിയുടെ മുകളിൽ കയറിയിരിക്കുന്നു. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ജൂണേ, വീഴുമേ ഇങ്ങോട്ട് വാ കുഞ്ഞു, വാടാ ഇങ്ങോട്ട്, ഇറങ്ങി വാ. ഞാൻ കണ്ടു നിൻ്റെ വീരപരാക്രമം, ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ ഇറങ്ങി വാ ചേർക്കാം, ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇങ്ങോട്ട് വീരാ തല്ലിപ്പൊളി, ഇങ്ങോട്ട് പോര്. അമ്മ പോകുന്നിടത്തൊക്കെ വലിയ വീരനായിട്ട്. നമുക്കിനി 2-3 ചെമ്പരത്തി പൂ പറിച്ചാലോ? എനിക്ക് പടത്തിൽ വയ്ക്കാനുള്ളതാണ്, എങ്കിലും ഞാനൊരു 3-4 എണ്ണം പറിക്കാം. അത്രേ എനിക്ക് പറിക്കാൻ പറ്റുള്ളൂ, അത് മതി. ഇവിടെ നിന്നിപ്പം ഒരു 3 എണ്ണം പറിച്ചു. ഞാൻ നേരത്തെ ഈ മരം വെട്ടിയപ്പോഴേ 2-3 എണ്ണം താഴോട്ട് വീണായിരുന്നു. അപ്പോൾ അത് മതിയല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 ഇലയും കൂടെ പറിച്ചെടുക്കാം ചെമ്പരത്തിയുടെ. അപ്പം എല്ലാം കൂടെ ഇതിപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുപാടാകും. ഇതിപ്പം ഇഷ്ടംപോലെ ഇൻഗ്രീഡിയൻസ് ആയി. നമുക്ക് മതി ഇത്. ഇനിയിപ്പം മതി, ഇത്ര മതിയല്ല അല്ലേ, കുറച്ച് മതി. നമ്മൾ ബാക്കി ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാലും പിന്നെ കുറച്ചും കൂടെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. ഇവിടെ ഒരുപാട് ചെമ്പരത്തി ഉള്ളതുകൊണ്ടേ പൂവുണ്ട്, നിറച്ച് നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ പറിക്കുന്നില്ല, എനിക്ക് പടത്തിലൊക്കെ വയ്ക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരു 3 പൂവേ പറിച്ചുള്ളൂ. പക്ഷെ 3 പൂ അകത്തിരിപ്പുണ്ട് വീട്ടിനകത്ത്. അത്രയും മതി. ഇനി നമുക്ക് അടുത്തത് ഞാൻ കരിവേപ്പിലയൊക്കെ പറിച്ചിട്ട് അവസാനം എല്ലാം കൂടെ കാണിക്കാം. പിന്നെ അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ പറിച്ചു. ഇത് പറിക്കുന്നത് കാണിക്കാൻ പറ്റില്ല, ഒരു ഇടയിലാണ് കയറി നിൽക്കുന്നത്. അപ്പം ചെടിയുടെ അവിടെ നിന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറിക്കുന്നത് കാണിക്കാത്തത്. എന്നാലും ഇപ്പോൾ കാണിച്ചില്ലേ. ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ച് കരിനൊച്ചിയും കൂടെ പറിക്കാം. പക്ഷേ ഞാൻ കരിനൊച്ചി ഇനിയിപ്പം വേണ്ട, ഇത്രയും സാധനം മതി. ഇപ്പം തന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ആയല്ലോ. എനിക്ക് തലമുടിയൊക്കെ ഒരുപാട് പൊഴിയുന്നത് കൊണ്ട്, എനിക്ക് സുഖമില്ലായിരുന്നത് കൊണ്ടാണ് പിന്നെ ഒന്നും ചെയ്യാതിരുന്നത്. വേണ്ട, കരിയേപ്പില പറിച്ച മരം കാണിക്കാൻ കണ്ട. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പറിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കണ്ട, ഇതന്നെ എൻ്റെ കരിവേപ്പില മരം. ചെറുതാണെങ്കിലും നമുക്കിപ്പോൾ എൻ്റെ ആവശ്യത്തിനൊക്കെ ആൾ തരും കേട്ടോ. ഇത് പക്ഷേ നല്ല വെയിലത്തല്ല നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കുറവ്. അല്ലെങ്കിൽ കുറച്ച് വലുതായനെ. ഇപ്പോൾ ഇതിനിപ്പം ഇന്ന് ആളിവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്. ആളിനെ കൊണ്ട് ഈ മരത്തിൻ്റെ ഇലകളൊക്കെ വെട്ടിച്ച് ചെമ്പരത്തിയിട്ടതൊക്കെ നമ്മൾ ഒരു വിധത്തിൽ വെട്ടിച്ച് കളഞ്ഞാലേ നമുക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുമായിരിക്കും. വേണ്ട, ആവശ്യത്തിന് ഞാൻ എല്ലാം എടുക്കും കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ നമുക്കിനി എല്ലാം കൂടെ എടുത്ത് അവസാനം എന്താണ് ചെയ്യാൻ പോകണമെന്ന് നോക്കാം. ഓക്കെ, ഇനി ഞാൻ പറിച്ചുകൊണ്ട് വന്നതെല്ലാം കാണിക്കാം. എന്നെ ചിലപ്പോൾ കാണാൻ പറ്റില്ല, അല്ല ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട ഇത് ഞാൻ ഇപ്പോൾ പറിച്ച കുറച്ച് കരിവേപ്പില. ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ, കാണാൻ പറ്റുമോ? ഞാൻ ക്ഷീണിച്ചു വയ്യ. കരിവേപ്പില, പിന്നെ വേണ്ട ഇത് മൈലാഞ്ചി, ഇത് തുളസി, ഇത് നമ്മുടെ ബ്രിങ്കിയ. എന്താണ് ബ്രിങ്കി എന്നല്ലേ പറയണ, നമ്മളുടെ കൈതോന്നി. പിന്നെ വേണ്ടേ ഇത് ഞാൻ പൂവും 5-6 ഇലയും പറിച്ചു. ഞാൻ പറഞ്ഞു 2-3 പൂ വീട്ടിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ട് ഇവിടെ ഉണ്ട്. ആ പൂ ഇന്ന് രാവിലെ അയാൾ ജോലി ചെയ്യാൻ വന്നപ്പോഴത്തേക്കും 2-3 പൂ താഴെ വീണു. അപ്പോൾ ആ പൂ ഞാൻ എടുത്തുകൊണ്ട് വെച്ച്. ഇത് പിന്നെ നമ്മളുടെ നഗരയല്ല, ഇത്രയുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഞാൻ പിച്ചി തണ്ടെല്ലാം മാറ്റി പിന്നെ ഇലകളൊക്കെ ആക്കി എങ്കിലെല്ലാം മിക്സിയിൽ നമുക്ക് നന്നായിട്ട് വരുവുള്ളേ. അല്ലെങ്കിൽ പാടായിരിക്കും മിക്സിയിലിട്ട് അടിച്ച് മിക്സിയും കൂടെ ചെയ്ത്. നമ്മൾ കുറേ നമ്മളിങ്ങനെ കൈതോന്നിയുടെ കംപ്ലീറ്റ് എടുക്കാം. നമുക്ക് ഇങ്ങനെ കൊച്ച് പിന്നെ കഷ്ണങ്ങളാക്കിയിട്ടാൽ കുറച്ച് ഭംഗിയായിരിക്കും ഇല്ലേ. മറ്റേ മൈലാഞ്ചിയുടെ തണ്ടിടാൻ പറ്റൂല, ഭയങ്കര കുഴപ്പമാണ് മൈലാഞ്ചി. ഇതൊക്കെ കുറച്ചുകൂടെ ടെൻഡറാണ്, പക്ഷെ മൈലാഞ്ചി കുറച്ച് ഹാർഡാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ഇടാം. ഇതെല്ലാം ഇതിൻ്റെ തണ്ട് മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് മാറ്റിക്കളയാം. കാണാമോ ഇത്? അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട്
ഇനി ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് അവസാനം ആക്കി അരച്ചെടുത്തിട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പിന്നെ ജ്യൂസ് മാത്രം മതി കേട്ടോ, അതിൻ്റെ മറ്റേ ബാക്കിയുള്ള സാധനമൊന്നും വേണ്ട. ഞാൻ കുറച്ച് എണ്ണ കാച്ചുന്നുള്ളൂ, വളരെ കുറച്ച് എണ്ണ കാച്ചുന്നുള്ളൂ. നോക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം പിന്നെ ഈ മൈലാഞ്ചി ഉണ്ട്, മൈലാഞ്ചി അല്ല ഞാനിങ്ങനെ ഇലയായിട്ട് മാത്രം ഇങ്ങനെ ഇലയായിട്ട് മാത്രം. ഇതിൻ്റെ തണ്ട് കുറച്ച് ഹാർഡാണ്, ഇതുണ്ട് ഹാർഡാണ് ഈ തണ്ട്. ഇത് വേണ്ട, നമുക്ക് മൈലാഞ്ചിയുടെ ഇല മാത്രം മതി. അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്, ഞാൻ കംപ്ലീറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഇല മാത്രം ഇങ്ങനെ പിച്ചെടുത്ത് എന്നെ കാണാമോ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ചിലപ്പോൾ മുഖം കാണാൻ പറ്റില്ലായിരിക്കും, കയ്യോ മറ്റോ കാണാൻ പറ്റുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നഗരയിലല്ലേ, നഗരയില നമുക്ക് കംപ്ലീറ്റ് അതുപോലെ തന്നെ ഇടാം. ഇതൊക്കെ വളരെ ടെൻഡറല്ല, ഈ മൈലാഞ്ചി മാത്രമേ ഉള്ളൂ കുറച്ച് ഹാർഡ്. അതുപോലെ നമുക്ക് തുളസിയും കംപ്ലീറ്റ് ഇടാം. ഇനി ഞാൻ എല്ലാം അരച്ചിട്ട് ജ്യൂസ് ആക്കുന്നതിന് മുമ്പ് കാണിക്കാം, അപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലാവുന്നതല്ല, ഞാൻ പുളുവാണോ പറഞ്ഞെന്നറിയണ്ടേ. അപ്പം അരച്ചിങ്ങനെ ഒരു കൊത്ത് വരില്ലേ, അത് കാണിക്കാം. അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം, പിന്നെ നമുക്ക് കാച്ചാൻ സമയത്ത് അല്ലെങ്കിൽ അരച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. പറഞ്ഞത് മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാമെന്നാണ് പറഞ്ഞതെങ്കിലും ഞാൻ വിചാരിച്ചിപ്പം മിക്സിയിലൊന്ന് ഇട്ടിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. കുറച്ചേ ഇട്ടുള്ളൂ, അപ്പം നമ്മൾ ഒരു ചെറിയ ഒരു ഇത് കാണാമല്ലോ. അപ്പോൾ ഞാൻ പുതിയ മിക്സി വാങ്ങിച്ചതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ പിടിക്കേണ്ടി വരുമോ എന്ന് അറിഞ്ഞൂടാ, നോക്കാം, ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ തെറിച്ച് പോകണോ എന്തോ, കുഴപ്പമില്ല. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ മിക്സിയിൽ ഇത് ഇടുന്നത്, ആദ്യമായിട്ട്, ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഒന്നും ആയിട്ടില്ല. ഇതിനകത്ത് ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു, കുഞ്ഞു വെള്ളം, എന്നിട്ട് ഒന്നും ആയില്ല. ഇത് നമുക്ക് പുതിയ മിക്സി ആയതുകൊണ്ട് ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കാം നമുക്ക്. അതുകൊണ്ട് മിക്സിയുടെ അടപ്പ് തുറക്കുന്നുണ്ട്, അത് നോക്കിയപ്പോൾ എനിക്ക് പേടിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഞാൻ കുറച്ച് വെള്ളം, ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഇത് എനിക്ക് 2 കൈയും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കുറച്ച് അരഞ്ഞു വന്ന്, എന്നാലും കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ശരിയാക്കി പിന്നെ എല്ലാം അരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതില്ലേ നഗരയില കുറച്ച് വാട്ടറിയല്ലേ, അപ്പോൾ നമുക്ക് നഗരയില ഇട്ട് കൊടുക്കാം കുറച്ച്. എല്ലാം കൂടെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കാം, നോക്കിയിട്ട് നമുക്കൊന്ന് ചെയ്യാം. കുറച്ച് നഗരയിലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചൊക്കെ എടുക്കാം. ഇനി ഞാൻ എന്തായാലും അരച്ചതിന് ശേഷമേ കാണിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വാട്ടറി ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊന്ന് അങ്ങനെ അരച്ച് നോക്കാമെന്ന്. അരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഇനി എല്ലാം. അതല്ലേ നല്ലത്, അല്ല പിന്നെ ചുമ്മാ ചുമ്മാ ഓരോന്ന് കാണിക്കേണ്ടല്ലോ. ഇനിയിപ്പോൾ അരച്ചെല്ലാം കൂടെ ഒരു ബൗളിലെടുത്തതിന് ശേഷം പിഴിഞ്ഞാണ് എണ്ണയിൽ ഒഴിക്കാൻ പോകണം. കുറച്ച് എണ്ണ, ഒരു 1/4 കിലോ എണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പം അതെല്ലാം കഴിഞ്ഞ് കാണാം. ഞാനിപ്പോൾ ഉണ്ടല്ലോ പകുതിയെ അരച്ചെടുത്തോളൂ കേട്ടോ, പകുതി ഇവിടെ ഇരിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ നോക്കി നല്ല കറുകറാന്നാണ് വരുന്നത്, നല്ല ഈ ബ്രിഞ്ചോളല്ല ബ്രിങ്കി ഭയങ്കര കറുപ്പ് നിറമാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ടങ്ങ് കാച്ചാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇനി ജ്യൂസൊക്കെ ഒന്നും അടിച്ചെടുക്കാനൊന്നുമില്ല. ഇത് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങനെ ആയിട്ട് കാച്ചാം. കൈയൊക്കെ നോക്കിയിരിക്കുന്ന ഭയങ്കര ബ്രിങ്കിക്ക് ഭയങ്കര കറുപ്പ് നിറം വരും കേട്ടോ, ഈ കൈകോന്നിക്കേ. ഇപ്പം ഞാൻ ഇനി ബാക്കിയുള്ളത് അത്രയും കൂടെ അരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ട് കറുകറാന്നിരിക്കുന്നുണ്ടോ മിക്സിയുടെ അകത്തൊക്കെ. ഇനിയിപ്പം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി ബാക്കി കൂടെ അരച്ചിട്ട് കാണിക്കാം. അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും കാണാമായിരുന്നു, അതാണ് ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുകയാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയൊന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്താൽ ഒന്നും ശരിയാവില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ തന്നെ അങ്ങ് എണ്ണയിലിട്ട് കാച്ചാം. അപ്പോൾ ഞാനൊന്ന് കൈ കഴുകട്ടെ. കൈ കഴിയുമ്പോൾ അത്രയും പോകുമല്ലോ. അപ്പോൾ ഞാൻ ഈ മിക്സി കൊണ്ടുവന്ന് ഇത്തിരി കൈ കഴുകാം. അപ്പോൾ മിക്സി കൊണ്ടുവന്ന് മിക്സിയിലാണ് കൈ കഴുകി വെച്ചത്. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം കിടക്കുമല്ലോ, ബാക്കിയും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് എല്ലാം അരച്ചിട്ട് കാണാം. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ഇടാം കേട്ടോ, മുരിങ്ങയിലയും കൂടെ ഇടണം. മുരിങ്ങയില ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം അരച്ചതേ ഉള്ളൂ, ഇതുവരെ അരച്ച് തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇടാമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വന്നതാണ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണല്ലോ. അപ്പം മുരിങ്ങയിലാണ് ഏറ്റവും വലിയ എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആണ് മുരിങ്ങയില. നമ്മൾ മുരിങ്ങയില അരച്ച് താളിയായിട്ട് തേക്കുന്നതും വെരി ഗുഡ് കേട്ടോ. പക്ഷേ എല്ലാം അറിയാം, പക്ഷേ എനിക്ക് നിറച്ച് മുടിയുണ്ടായിരുന്നു പണ്ട്, വൺസിൻ്റെ വായി. ഇപ്പം വയസ്സായി പോയില്ലേ. അപ്പോൾ പിന്നെ ഇതിനൊന്നും നേരമില്ല. ഇപ്പോൾ കുറേ പൂച്ചക്കുട്ടികളുണ്ട്, അതിനേ നേരമുള്ളൂ, വേറെ ഒന്നിനും നേരമില്ല. ഇപ്പോൾ
എല്ലാം പൂച്ചക്കുട്ടികളെ കാര്യങ്ങൾക്കാണ് നേരമുള്ളത്. അപ്പോൾ ഇത് കണ്ട, ഇതും കൂടെ നമുക്കിനി ഇനി ഞാൻ ഇതെല്ലാം കൂടെ അരച്ച് ചേർന്നിട്ട് കാണിക്കുള്ളേ. ഇനി അടുത്ത് അരച്ചിട്ട് ഇതിൽ കൊണ്ട് ഒഴിക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ എല്ലാ ഇലയും എടുത്ത് ഇത് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നല്ല ഭംഗിയായിട്ട് എടുത്ത് കംപ്ലീറ്റ് അരച്ച് തീർന്നു കേട്ടോ. ഞാൻ മിക്സി എടുത്തോണ്ട് വരട്ടെ. മിക്സി എടുത്തോണ്ട് വരട്ടെ. കംപ്ലീറ്റ് അരച്ച് തീർന്നു കണ്ടേ, കൊണ്ടുവന്നു. നമുക്ക് മിക്സി തുറന്നു. നല്ല നേരത്തെ നല്ല കറുപ്പല്ലായിരുന്നു, ഇപ്പം നല്ല കുറേ പച്ച നിറമാണ്. കാര്യം കരിയപ്പിലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ട, ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് നിറച്ചതിന് പിഴിയാനൊന്നും പറ്റൂല. ഇത് നമുക്ക് കുറച്ച് ഇതിനകത്ത് തന്നെ എണ്ണ ഒഴിച്ച് വേണമെങ്കിൽ കഴുകിയെടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ അങ്ങ് ഇങ്ങനെ എടുക്കാം. കയ്യിൽ നേരത്തെ ബ്രിങ്കി മാത്രമായിരുന്നപ്പോൾ ഭയങ്കര കറുപ്പ് നിറമായിരുന്നു. ഇപ്പം നല്ല മുരിങ്ങയിലയും മൈലാഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര പച്ച നിറം. ഇങ്ങനെ മതി. ഇനി നമുക്കിത് ഞാൻ ഉരുളിയിനകത്ത് ഇത് ഞാൻ പിഴിഞ്ഞെടുക്കാൻ പറ്റൂല, കണ്ടില്ലേ. ഇത് നമുക്ക് ഇതിനകത്ത് എണ്ണയിലിട്ട് നമുക്കിത് ശരിയാക്കി എടുക്കാം. അതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം നമുക്ക് എല്ലാം പിഴിയാതെ എടുക്കുമ്പോൾ എല്ലാം അതിനകത്ത് കയറുമല്ലോ. ഇനി ഞാനൊന്ന് കൈ കഴുകിയിട്ടിരിക്കണം. കൈ കഴുകിയപ്പോൾ എല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് എല്ലാം കൂടെ ഒന്ന് നമുക്കിത് എണ്ണയിലൊക്കെ ഇട്ട് ഉരുളിയൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് കാണിക്കാമേ. അപ്പം നമുക്ക് എണ്ണ കാച്ചാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഞാൻ എന്താ ഒരു ഉരുളി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഉരുളി ഒന്ന് നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അത്ര വെട്ടമില്ല, അതുകൊണ്ട് ജനലൊന്ന് തുറക്കാം. ജനൽ തുറക്കുമ്പോൾ കുറച്ച് വെട്ടം കിട്ടും. കണ്ടോ ജനൽ കണ്ടുകൂടല്ലേ, എന്നാലും അറിയാമല്ലോ. അപ്പം ഞാൻ തണ്ടേ നമ്മൾ മൈലാഞ്ചി, കൈതോന്നി, നഗരയില, കറിവേപ്പില, ചെമ്പരത്തിയില, ചെമ്പരത്തിപ്പൂ, പിന്നെ മുരിങ്ങയില, ഇത്രയും അരച്ചതാണ്. അപ്പം പക്ഷേ ഉണ്ടല്ലോ ഇത് പിഴിയണ്ട. എന്തെന്ന് വെച്ചാൽ പിഴിഞ്ഞാൽ അതിൻ്റെ എസൻസൊക്കെ പോകും. അപ്പോൾ ഞാൻ പിഴിയണമൊന്നുമില്ല. അപ്പോൾ അത്രയും തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ ഇൻഗ്രീഡിയൻസ്. നല്ല ഭംഗിയാക്കി വരുമായിരിക്കും. ഞാനിപ്പം ഏതായാലും 1/2 കിലോ എണ്ണ എടുക്കുന്നുള്ളൂ ഇതിൽ കാച്ചാനായിട്ട്. അപ്പം ഇത്ര ഇട്ടല്ലോ. അതിപ്പോൾ അതവിടെ ഇട്ടതിന് ശേഷം ഞാൻ എണ്ണ എടുത്ത് ഒഴിക്കാൻ കേട്ടോ. എനിക്ക് കുറച്ച് വയസ്സായ ആളല്ലേ, കുറച്ച് താമസമൊക്കെ വരും. അപ്പം തണ്ട എണ്ണ ഞാൻ 1/2 കിലോ എണ്ണ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇത് കംപ്ലീറ്റ് കാച്ചുന്നവരെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അത് കുറേ സമയം എടുക്കും. ഞാനൊരു തവിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തിട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എണ്ണ 1/2 കിലോ എണ്ണയാണ് എടുത്തത്. അപ്പം അത്ര മതി, നമുക്ക് അത്ര മതി. ഞാനിപ്പോൾ ഞാനൊരാളെ ഉള്ളൂ ഇവിടെ പെണ്ണായിട്ട് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഇളയ മോനും എല്ലാം താമസിക്കുന്നത്. അപ്പം നമ്മൾ 2 മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് 2 മരുമക്കൾക്കുണ്ട്. 2 മരുമക്കൾക്കും നല്ല മുടിയാണുള്ളത്. ഒരാൾ ചുമ്മാ വെട്ടി കളയുന്ന ഒരാളാണ്. ഒരാൾക്ക് നല്ല നീളത്തിൽ നല്ല വണ്ണത്തിൽ മുടിയുണ്ട്. പിന്നെ അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എണ്ണ കാച്ചി വേണമെന്ന് ചോദിക്കുമ്പം വേണമെങ്കിൽ കൊടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അവർക്ക് വേണമെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലാതെ നമ്മൾ ചുമ്മാ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം എണ്ണ കാച്ചണമെന്ന് വിചാരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എനിക്ക് തലമുടി എല്ലാം പൊഴിഞ്ഞു പോയി. നരയുവാണ്. ഡൈ ചെയ്യുന്നതുകൊണ്ട് അതും ഒരു ദോഷമല്ലേ, നമുക്ക് മുടി പൊഴിയാനൊരു കാരണമാണ്. ഞാൻ സാധാരണ എനിക്ക് വേറെ ഉരുളിയുണ്ട്, പക്ഷെ അതൊരു വലിയ ഉരുളിയാണ്. എടുത്താൽ പൊക്കാൻ പറ്റാത്ത പോലെ, എന്നാലും പൊക്കും. ഇതാകുമ്പം എൻ്റെ കൈപ്പിടിക്ക് ഒതുങ്ങുന്ന ഉരുളിയാണ്. ഇതിനകത്താണ് ഞാൻ പായസമൊക്കെ വയ്ക്കുന്നത്. ഇതിനകത്ത് പക്ഷേ പെട്ടെന്ന് പായസം വയ്ക്കും. മറ്റേ നമ്മളുടെ വെർമസെല്ലി കിഡെന്ന് പറഞ്ഞ് അങ്ങ് പിന്നെ മിൽമ എന്നൊക്കെ ഉള്ള പാക്കറ്റില്ലേ, അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 1/2 മണിക്കൂറിനകത്ത് പായസം വയ്ക്കും. ഞാൻ മിക്കവാറും പാലിലല്ല പായസം വയ്ക്കുന്നത്, ഞാൻ പാൽപ്പൊടി കലക്കി അതിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഇവിടെ പാൽപ്പൊടി സ്റ്റോക്ക് കാണും, ആ വെർമസെല്ലിയുടെ പാക്കറ്റ് കാണും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പായസം കുടിക്കണമെന്ന് തോന്നിയ ഉടൻ അപ്പോഴും തന്നെ, അതിപ്പോൾ പാതിരാത്രി 11 മണിക്കാണെങ്കിലും ഞാൻ വന്ന് ശരിയാക്കി എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഉരുളിയാണ് ഇതെൻ്റെ. പിന്നെ ഞാൻ ചിക്കനും ഉരുളിയിലാണ് വയ്ക്കുന്നത്. പിന്നെ വേറെ വലിയ ഫ്രൈ വലിയ പാത്രങ്ങളുണ്ട്, പക്ഷേ എനിക്ക് കംഫർട്ടബിളായിട്ട് ഇതിലാണ് തോന്നുന്നത്. കാര്യം നമ്മൾ പറയില്ലേ, നമുക്ക് പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ നമുക്ക് അങ്ങനെ വരും. ചിലപ്പോൾ നമ്മുടെ വലിയ അമ്മച്ചി അങ്ങനെയൊക്കെ പണ്ട് എൻ്റെ അമ്മയുടെ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ വിചാരിക്കും, അയ്യോ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന, മുറുക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പക്ഷേ
അമ്മൂമ്മ ഞൊടിയിടയിൽ ഇങ്ങനെ മുറുക്കിൻ്റെ ഒരു തട്ടുണ്ട്, അതിലിങ്ങനെ ഇങ്ങനെ മുറുക്കുണ്ടാക്കി ഇടുമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും അയ്യോ എന്ത് പാടെന്ന്. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഈസി ആയിരുന്നു. അതാണ് പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ഉരുളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉരുളിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എണ്ണ തിളച്ച് തുടങ്ങി. ഇതിപ്പം വറ്റുമ്പോൾ എത്ര ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു സ്വല്പം നേരം കൂടെ കാണിച്ചിട്ട് പിന്നെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എണ്ണ അങ്ങ് നല്ലതുപോലെ ആകുമ്പോഴത്തേക്കും എടുക്കാൻ കേട്ടോ. ഇത് ഞാൻ നല്ല 1/2 കിലോ കോക്കനട്ട് ഓയിലാണ്, കേരയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഞാൻ ഇവിടെ തേങ്ങ ആട്ടാനായിട്ട് കുറച്ച് ഇരിക്കുന്നത്, എന്നെക്കൊണ്ട് വയ്യ, അതുകൊണ്ടാണ് കൊട്ടത്തേങ്ങയായിട്ട് ഇരിക്കുന്നത്. അതും നമുക്ക് ഉണക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ജോലിക്ക് ഒരാൾ നിൽപ്പുണ്ട്, ആളോട് പറഞ്ഞ് വേറെ എണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അത് ചില കുറച്ച് പഴകിയതാണ്. അതൊക്കെ ചിലപ്പം നമ്മൾ ലുബ്ധ് കാണിച്ചാൽ ചിലപ്പം മോശമായിപ്പോവും. അതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇങ്ങനെ ലുബ്ധൊന്നും വേണ്ട. 145 രൂപയാണ് 1/2 കിലോന്ന് അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചെയ്യാമല്ലോ. അപ്പം നമ്മളിപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇത് ഇതാണിപ്പോൾ നല്ല മണം വരുന്നുണ്ട്, ചെറിയതായിട്ടൊരു മണം വരുന്നുണ്ട്. അത് ചൂടാകുന്നതിൻ്റെയാണ്. ഇത് ഇത്രയും ഇല കിടക്കല്ലേ, ഇത്രയും ഇല ഇടണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരുടെയും വീട്ടിൽ ഇത്രയും ഇല ഒന്നും കാണൂലായിരിക്കും. ഇവിടെ എനിക്ക് കരിനൊച്ചിയും ഉണ്ട്, അത് ഞാൻ ഇടാത്തതാണ്. എനിക്ക് വയ്യ എല്ലാ ഇലയും കൂടി ഇട്ട് അരയ്ക്കണം. ഏതായാലും പുതിയ മിക്സിയിൽ ആദ്യമായിട്ട് ഞാൻ അരച്ചെടുത്തത് ഇതാണ്. നന്നായിട്ട് നല്ല മിക്സിയാണ്, നല്ലപോലെ കരഞ്ഞു വന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഏകദേശം തീരാറാകുമ്പോൾ, ഇപ്പോൾ നല്ല പച്ച നിറത്തിലിരിക്കുന്നുണ്ട്, ഏകദേശം തീരാറാകുമ്പോൾ കാണിക്കാം. എനിക്കപ്പോൾ ഇടയ്ക്ക് തോന്നി ഒന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കില്ല ഇതെന്തൊന്നും കാണിക്കാത്ത, നല്ല വിചാരിക്കുന്നവരും ഉണ്ട്, വിചാരിക്കാത്തവരും ഉണ്ട്. ഇതുകൊണ്ട് ഇപ്പം നല്ല പച്ച നിറത്തിൽ നല്ല സംസാരിച്ച് തുടങ്ങി, നല്ല മണം വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ മണം വരാതിരിക്കാൻ കാര്യമില്ല, ഇത്രയും ഇലകളില്ല, അതിനകത്ത് മണമുള്ള നഗര ഇലയും ഉണ്ടല്ലോ, പിന്നെ തുളസി, ബ്രിങ്കിക്ക് നല്ല മണമുണ്ട്, അത് നല്ല കറുപ്പുമാണ്. പക്ഷേ ഇതിപ്പം കറിവേപ്പിലയ്ക്ക് മണമില്ലേ, എല്ലാത്തിനും ഉണ്ട്, മുരിങ്ങ ഇലയ്ക്ക് മണമില്ല, എല്ലാം മണമുണ്ട് തന്നെ. ചെമ്പരത്തി പൂവിന് മണമുണ്ട്. അപ്പോൾ നല്ല മണവും വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പിന്നെ കുറേ കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാണുമ്പോൾ ഇടയ്ക്ക് കംപ്ലീറ്റ് കാണിച്ചാലോ എന്ന് വിചാരിക്കും. നമുക്ക് അതിനുള്ള സമയം ഇല്ലല്ലോ. എനിക്കിങ്ങനെ ഇതും കാണിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ വിചാരിക്കും നിങ്ങൾ ബോറടിച്ചാൽ വിചാരിക്കില്ലേ എന്തിനാണിപ്പോൾ ഞങ്ങൾക്കൊന്നും കാണണ്ടാന്ന്. എണ്ണ കാച്ചാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ട്, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഫോറിനിലുള്ളവരൊക്കെ ഇത് നന്നായിട്ട് കാണും. അവർക്ക് കാച്ചാനൊന്നുമല്ല, അവർക്ക് അവിടെ ഈ മരവും ചെടിയും ഒന്നും കാണാനില്ലല്ലോ. സ്വിറ്റ്സർലൻഡിലും മലേഷ്യയിലും സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അയ്യോ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ഒരു സ്വിറ്റ്സർലൻഡിലുള്ള കസിൻ പറഞ്ഞു അലുവ ഉണ്ടാക്കുന്ന കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വേണേൽ നാഴി അരിയുടെ അലുവ ഉണ്ടാക്കാം കേട്ടോ. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇനി നോക്കാം, ഒരു ദിവസം ഉണ്ടാക്കാം. അപ്പോഴവളെ അലുവ ഉണ്ടാക്കാൻ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് പായസം ഞാൻ കാണിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം. അലുവ ഉണ്ടാക്കിയിട്ടേ ഇല്ല ഇതുവരെ. പക്ഷേ ഇത് അലുവ അവസാനമായിട്ട് വരുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വേണം. പക്ഷേ നാഴിക അലുവയ്ക്കൊക്കെ അധികം വേണ്ട. നമ്മളുടെ വീട്ടിൽ ആ വലിയ ഉരുളിയിൽ 1.5 ഇടങ്ങഴി അരിയുടെ അലുവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വലിയ ഇതിനെക്കാട്ടി ഒരു 3 ഇരട്ടിയൊക്കെ വരും. ഇത് പിന്നെ ഈ ഓട് ഉരുളിയാണ്, ഓടെന്ന് പറയുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിന് ശേഷം ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ, ഒന്നും ആയില്ല. പക്ഷേ ആ വളരെ പച്ച നിറം എന്നുള്ളത് ഒരു ഫെയ്ഡ് ചെയ്ത് വരുന്നുണ്ട്, പച്ച നിറം. അത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും വരുന്നതാണ് ഇത്. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ഒരു 2 കിലോ 3 കിലോ എണ്ണ കാച്ചാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച് കുറച്ച് തിക്കായിട്ടിരിക്കട്ടെ, എൻ്റെ മുടി അങ്ങ് വളർന്നങ്ങ് വലിയതാകത്തെന്ന് വിചാരിച്ച്. അതുകൊണ്ടിപ്പോൾ ഇളക്കാൻ പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് കിടക്കല്ലേ ഇതിൽ. എണ്ണ ആകെ 1/2 കിലോ അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിറം മാറിയത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. നേരത്തെ നല്ല പച്ച നിറമല്ലായിരുന്നു, ഇപ്പം നല്ല പച്ച മാറി. മണം ഓൾറെഡി ഉണ്ടായിരുന്നു, അതിനെക്കാട്ടി പെരട്ടി മണമായി. ഇനി എല്ലാം പച്ചക്കാരല്ലായിരുന്നു, അവരെല്ലാവരും ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ശരിയായി വരണ്ടേ. ഇനിയിപ്പം ഇത് ഇങ്ങനെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇടയ്ക്ക് ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഇനി കുറേ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാണിക്കുക. ഇത് ഒരു അരമണിക്കൂറെങ്കിലും കഴിയും ഇത് ഫിനിഷ് ആകാൻ വേണ്ടി കേട്ടോ, എൻഡാകാൻ. ചിലപ്പം
ഒരു 45 മിനിറ്റ്സും എടുക്കുമായിരിക്കും. ഞാനിനി ഏതായാലും ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിപ്പം എന്തായാലും അരക്കിലോ കൂടുതൽ എണ്ണ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരക്കിലോ എണ്ണ ഒഴിച്ചില്ലേ, പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ജ്യൂസൊക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരു അരക്കിലോ കൂടുതൽ എണ്ണ കിട്ടുമായിരിക്കും. എന്താണെന്ന് നോക്കാം. അതൊക്കെ എണ്ണയുടെ ഇഷ്ടം പോലെ ഇരിക്കും. അല്ല, എണ്ണയുടെ അല്ല, ഇൻഗ്രീഡിയൻസിൻ്റെ. അവർ കിടന്ന് ഇതിപ്പോൾ മൂട്ടി പിടിക്കുമോ എന്നൊക്കെയുള്ള ഇതിലാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സിമ്മിൽ വയ്ക്കാമെന്ന് വെച്ചാൽ പിന്നെ ഒരു വർഷം എടുക്കും ഇതൊക്കെ ശരിയായി വരാനായിട്ട്. ഞാനിനി ഇത് ഓഫ് ചെയ്ത് ഇനി കുറേ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇഷ്ടമുള്ളവർക്ക്, എണ്ണ കാച്ചാനായിട്ട് ഇഷ്ടമുള്ളവർക്ക്. ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയി കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര കഷ്ടമായി. ഇപ്പോൾ ഇത് മുഴുവനും ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതൽ, എണ്ണ കുറച്ചേ ഉള്ളൂ. എന്നാലും അരക്കിലോ എണ്ണ കിട്ടുമായിരിക്കും. നമുക്കിതിനിപ്പോൾ ഇത് ഏകദേശം മൂക്കാറായി. ഇതിനെ ചരിച്ച് വയ്ക്കണം. അപ്പോഴത്തേക്ക് എണ്ണ ഇങ്ങോട്ട് വരുന്നത്. ഇത് മുഴുവനും ഇൻഗ്രീഡിയൻസ് അല്ലേ. ഇതൊരു 5 കിലോ എണ്ണയ്ക്കെങ്കിലും ഉള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ 5 കിലോ എണ്ണയൊക്കെ ഒഴിക്കുമ്പം ഇത് കുറവായിട്ട് പോകും. ഇതിപ്പോൾ അരക്കിലോ എണ്ണയല്ലേ ഉള്ളായിരുന്നു, ഒഴിച്ചുള്ളൂ ഞാൻ. അത് ഞാൻ അത്രയും മതി എനിക്ക്, അതുകൊണ്ടാണ്. ഇതിപ്പം എണ്ണ വരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇതിപ്പം കുറച്ചും കൂടെ നമ്മൾ ഒരുപാട് മൂപ്പിക്കാൻ ചെയ്യരുത്. ഒരുപാട് മൂപ്പിച്ചാൽ എണ്ണ നാശമായി പോകുന്നതാണ് പറഞ്ഞത്. നമ്മൾ ശരിക്കുള്ള മൂപ്പേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഗ്രീഡിയൻസിൽ പിടിച്ചിങ്ങനെ തിരുമ്മി നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ പച്ചയാണ്, മൂത്തിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഞാൻ എണ്ണ ആയിട്ടേ കാണിക്കുകയുള്ളൂ. ഇനി എണ്ണയും ഇതിൻ്റെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആ പൊസിഷനിലേ കാണിക്കുകയുള്ളൂ. ഇത് ഞാൻ ഇത്രയും കൂടെ കാണിച്ചതാണ്. കണ്ടത്, ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആയിട്ട്. എന്നാൽ എനിക്ക് അത്രയും മതിയായതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും ഒരു 5 കിലോ എണ്ണയെങ്കിലും ആ വലിയ ഉരുളി എടുത്ത് വെച്ച് കാച്ചായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കാച്ചുമ്പോൾ തരണേന്നൊക്കെ. പക്ഷേ ഇനിയിപ്പോൾ കൊടുക്കാനൊന്നുമില്ല, എനിക്കതിനൊന്നും വയ്യ ഇപ്പോൾ. നമുക്കിനി എണ്ണയും ഇതും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരിക്കൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം എണ്ണ കാച്ചൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. 1 മണിക്കൂറായിട്ട് ഒന്നും ആയില്ല. അതേ കൂടുതൽ ഈ പച്ചിലയുടെയൊക്കെ കിടന്നതുകൊണ്ട് മൂക്കാനായിട്ട് പാടാണ്. ഇനിയിപ്പോൾ കണ്ട എണ്ണയൊക്കെ നേർന്ന് വരുന്നുണ്ട്. ഇനിയിപ്പം മൂക്കാറായി. ഞാൻ വെച്ച് ഒരിക്കൽ കൂടെ കാണിക്കാൻ. ഇപ്പം നല്ല കറ് കയറാനായി, പച്ച നിറമൊക്കെ പോയി. പക്ഷേ എണ്ണ വരുമ്പോൾ നല്ല പച്ച നിറമായിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഇതും കൂടെ ഇട്ടിങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ കറ് കയറാന്നിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എണ്ണ മാത്രം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മൂപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. പക്ഷെ പച്ചയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, മൂത്തിട്ടില്ല. കുറച്ചും കൂടെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂക്കും. ഇനി കാണിക്കത്തില്ല കേട്ടോ. ഇനി അവസാനം എണ്ണയെല്ലാം ആക്കിയിട്ടേ കാണിക്കുള്ളൂ. എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചല്ലേ, ഇനി കാണിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഭയങ്കര കാണിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ എല്ലാം എണ്ണയുടെ എൻഡിൽ എണ്ണ ഇങ്ങനെ ഈ ഉരുളി തന്നെ എണ്ണ ഇങ്ങനെ ഈ കക്കമെല്ലാം ഇങ്ങനെ വെച്ച് കാണിക്കും. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പം അത് കാണാം. ഇനി ഓഫ് ചെയ്താൽ പിന്നെ ഇനി ലാസ്റ്റാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടോ? ഇപ്പം എല്ലാം കാച്ചി കഴിഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ. എണ്ണ അരക്കിലേ കൂടുതലുണ്ട് കണ്ടോ. അതിൻ്റെ ഇതൊക്കെ വന്നിട്ട് ഇനി ഈ കക്കമൊക്കെ മാറ്റി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഞാൻ കുപ്പിയിൽ അരിച്ച് വെച്ചിട്ട് കാണിക്കാം. അപ്പം ഇത്രയും കക്കമുണ്ട്. ഈ കക്കം നമുക്ക് തലയിൽ തേക്കാൻ കേട്ടോ. വേണമെങ്കിൽ പിന്നെ താളി പോലെ എടുത്തിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു കുപ്പിയിലെങ്ങാനും അടച്ച് വെച്ചിട്ട് താളി പോലെ, താളിയില്ലേ നമ്മൾ ചെമ്പരത്തി താളിയോ മുരിങ്ങയില താളിയോ ഒക്കെ തേക്കുന്നത് പോലെ ഇതിനെടുത്ത് തേക്കാം. ഇതിനകത്ത് കുറേ കൂടെ ഇത് കിടപ്പുണ്ട്. അതൊക്കെ മാറ്റി അരിച്ച് ഭംഗിയാക്കി ഒരു ഗ്ലാസ് കുപ്പിയിലൊഴിച്ച് ഞാൻ കാണിക്കാമേ. എന്നിട്ട് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഇടാമേ. അപ്പോൾ എല്ലാവരും കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിനി ഇതിൻ്റെ കുപ്പിയും കൂടെ കാണിക്കും അരിച്ചൊഴിച്ചിട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസ് കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ബൈ. എണ്ണ ഞാൻ അരിച്ച് കണ്ട ഒരു കണ്ണാടി പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ച് ചൂടാണേ. ഇനി നമുക്ക് തണുക്കുമ്പോൾ ഇതിലോട്ട് ഒഴിക്കാമല്ലോ. ഇപ്പം തന്നെ ഒഴിക്കാൻ തോന്നുന്നു, നോക്കട്ടെ. ഇതിപ്പോൾ എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് എനിക്ക് കൈ പൊള്ളുമോ എന്നൊക്കെ പേടിയായിട്ടേ. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ എന്തായാലും പിന്നെ തറയപ്പോവും. അപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒഴിച്ചുകൊണ്ട് വരാം.
കുപ്പിയിലാക്കി കൊണ്ടുവന്നു. പക്ഷേ ഇത് 1/2 കിലോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് ഒരുപാട് ഇലയായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കൂടുതൽ കിട്ടുമെന്നാണ്. പക്ഷേ ഒന്നും വന്നിട്ടില്ല. ഇതൊരു ഭയങ്കര പച്ചാറാണേ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി. ഞാനിത് ഒരുപാട് ഇട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ളവരൊക്കെ നോക്കി കാച്ചാൻ നോക്കണം. എന്നിട്ട് തലയിലൊക്കെ തേച്ച് നല്ല കൊച്ചു പെൺപിള്ളേരാണെങ്കിൽ നിറച്ച് മുടിയൊക്കെ കിളിർക്കും. വയസ്സായ എനിക്ക് കിളിർക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.